മുംബൈയുടെ തോൽവിയെപ്പറ്റി പറയുകയാണെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ. ഒന്ന്, അവരുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ. അതായത് 2 ഓവർ ബോൾ ചെയ്യും. 2 ഓവർ ബോൾ ചെയ്തിട്ട് ഒരു 5 ഓവറിൽ കൊടുക്കുന്ന റണ്ണ് കൊടുത്തിട്ട് പോയിട്ട് പുള്ളി വന്നിട്ട് ബാറ്റ് ചെയ്യാൻ വരും. ബാറ്റ് ചെയ്യാൻ വന്നിട്ട് എന്നെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-10 ബോളിൽ നിന്നിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഉപദേശവും പ്രഷറും എല്ലാം വാരിക്കോരി കൊടുത്തിട്ട് പുള്ളിയുടെ വഴിക്ക് പോയിട്ട് സ്റ്റേഡിയത്തിൽ ഇരുന്നുകൊണ്ട് കൊച്ചിനെ ഓർക്കാനും കാമിക്ക് കൈകൊണ്ട് കാണിക്കാനും കാലുകൊണ്ട് കാണിക്കാനും ഒക്കെ പുള്ളിയുടെ വഴിക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു ക്യാപ്റ്റൻ എന്തിനാണെന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കേണ്ടിയിരിക്കുന്നത്. ഒരു ബോളറിനനുസരിച്ചല്ല പുള്ളി ഫീൽഡ് പ്ലേസ് ചെയ്യുന്നത്. ബോളറിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് പുള്ളി ഫീൽഡ് പ്ലേസ് ചെയ്യുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഹലോ, നമുക്കറിയാം. അപ്പം മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശാജനകമായിട്ടുള്ള ഒരു സീസണാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ കളി അവർ സാധാരണ തോറ്റുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പം അത് കഴിഞ്ഞൊരു 2 കളി ചിലപ്പം അല്ലെങ്കിൽ 3 കളിയൊക്കെ തോറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പിച്ചൊരു സീരീസ് ഓഫ് ജയങ്ങളായിരുന്നു സാധാരണ നടന്നു കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട്. പക്ഷേ ഇത്തവണ സംഭവിച്ച നേരെ തിരിച്ചാണ്. അതായത് ഫസ്റ്റ് കളി തന്നെ അവർ ജയിച്ചുകൊണ്ട് തുടങ്ങി. അതായത് ഒരു ചൊല്ലുണ്ടല്ലോ നമ്മൾ മറ്റേ ഇടയ്ക്ക് ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റുകൊണ്ടാണ് തുടങ്ങുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം ആ ഒരു റെക്കോർഡ് തിരുത്തിയിട്ട് അവർ ആദ്യത്തെ കളി തന്നെ വളരെ മികച്ചൊരു ജയം നേടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമാണ് എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു ജയത്തോടു കൂടി നമുക്ക് ഫീൽ ചെയ്തത്. പക്ഷേ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് തോൽവികൾ. അത് കഴിഞ്ഞ് ഇടയ്ക്കൊരു ജയം വന്നു, പിന്നെ വീണ്ടും തോറ്റു ഇന്നലെ CSK ആയിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു ജയത്തിൻ്റെ തോൽവിയുടെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ബുംറയുടെ ഫോം. അപ്പോൾ ചിലരൊക്കെ പറയുന്നത് കേട്ട് ബുംറ ഒരു ചെണ്ട ബോളറായി എന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ യൂട്യൂബിൽ കുറേ ആർട്ടിക്കിൾ അത് ഇതൊക്കെ ഞാൻ വായിക്കാനിടയായി. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുംറയ്ക്ക് മികച്ചൊരു സീസണല്ല നടക്കുന്നത്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ പുള്ളിയുടെ എക്കോണമി റേറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വാങ്കഡയിലൊക്കെ നടന്ന ഹൈ സ്കോറിങ് മത്സരങ്ങൾക്കിടയിൽ പുള്ളിക്കൊരു സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ളൊരു എക്കോണമി റേറ്റാണുള്ളത്. അപ്പോൾ 2 മത്സരങ്ങൾ പുള്ളി ഒരു 10 റൺസ് പെർ ഓവർ കൺസിഡർ ചെയ്തിട്ടുണ്ട് 2 മത്സരങ്ങളിൽ. പിന്നെ ബാക്കി മത്സരങ്ങളിലെ എക്കോണമി എല്ലാം കൂടെ ഒരു ആവറേജ് എടുത്ത് കഴിയുമ്പോഴത്തേന് പുള്ളിയുടെ എക്കോണമി വരുന്നത് ഓൾമോസ്റ്റ് 8 റൺസ് പെർ ഓവറാണ്. അതായത് ടോട്ടൽ എനിക്ക് തോന്നുന്നു 26 ഓവർ ബുംറ ബോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ 26 ഓവറിൽ 210 റണ്ണാണ് പുള്ളി വിട്ടുകൊടുത്തിരിക്കുന്നത്. 2 വിക്കറ്റും എടുത്തു. അപ്പം പുള്ളിയുടെ ഒരു സ്റ്റാൻഡ് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് കളി എന്ന് പറയുന്നത് ഹർദിക്ക് കുറേ നാൾ കൂടി ആദ്യമായിട്ട് ന്യൂ ബോൾ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ന്യൂ ബോളിൽ സായി സുദർശൻ്റെ വിക്കറ്റ് എടുത്തുകൊണ്ടാണ് പുള്ളി ഈ IPL വിക്കറ്റ് വരൾച്ചയ്ക്ക് അവസാനം ഇട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലെയും CSKക്കെതിരെ ന്യൂ ബോൾ കൊടുത്തു, 1 വിക്കറ്റ് പുള്ളി നേടി. അപ്പോൾ അത് ന്യൂ ബോളിൽ തന്നെ അല്ല വിക്കറ്റ് നേടിയത്, ഡെത്തിലാണ്. എന്നിരുന്നാലും അവിടെയും പുള്ളിയുടെ എക്കോണമി വളരെ മോശമല്ലാത്ത രീതിയിൽ തന്നെ പോയി. അതായത് എന്താ പറയുന്നത്, ഒരു 200 മുകളിൽ പോയ ഒരു കളിയാണെന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും ബോളേഴ്സിന് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എക്കോണമി ആവറേജ് ഇതൊക്കെ ഒരു അണ്ടർ ദി കൺട്രോളായിരിക്കും ഓൾവേസ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂര്യകുമാർ യാദവ് പണ്ട് പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും ഫോം ഔട്ടല്ല, ഞാൻ കുറച്ച് റണ്ണിന് ജസ്റ്റ് ലാക്ക് ഓഫ് സം റൺസ്. അപ്പോൾ ആ മാതിരിയാണ് നമ്മുടെ ബുംറയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റുന്നത്. പുള്ളി ഒരു ഫോം ഔട്ടില്ല. അപ്പം ഇതിന് മുന്നേ നടന്ന വേൾഡ് കപ്പിലെ ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് പുള്ളി വന്നതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ വേൾഡ് കപ്പ് ജേർണിയിൽ എത്രയോ വട്ടം സൂര്യകുമാർ യാദവ് വിശ്വസിച്ച് ബോൾ ഏൽപ്പിച്ച സമയത്ത് വിക്കറ്റ് ബ്രേക്ക് ത്രൂവും അല്ലെങ്കിൽ റൺസ് ഡിഫെൻഡ് ചെയ്യുന്ന ടൈമിൽ വളരെ മികച്ച രീതിയിൽ റൺ റേറ്റ് കുറച്ചുകൊണ്ട് വരുന്നതിൽ ഒരു മെയിൻ എക്സ് ഫാക്ടറായിട്ട് ഇന്ത്യൻ ടീമിനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബോളറായിരുന്നു ജസ്പ്രീത് ബുംറ. അപ്പം പുള്ളിയുടെ ഒരു ജസ്റ്റ് ഒരു സമയദോഷമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫേസിലൂടെയാണ് പുള്ളി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഇപ്പോൾ ഹർദിക്ക് ചെയ്യുന്ന പോലെ ബുംറയെ കൊണ്ട് തന്നെ കണ്ടിന്യൂസ്ലി ന്യൂ ബോൾ യൂസ് ചെയ്യിക്കുക. അതിൻ്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കാണാൻ പറ്റും. കാരണം വേറെ കുറച്ച് ഗ്രൗണ്ടുകൾ, ഇനിഷ്യലി സ്വിങ് കിട്ടുന്ന ഗ്രൗണ്ടുകളുണ്ട്, അവിടെ പുള്ളിയുടെ ബോളിംഗ് നല്ല എഫക്റ്റീവാണ്. അപ്പോൾ തുടക്കത്തിലെ ബ്രേക്ക് ത്രൂ കിട്ടിക്കഴിഞ്ഞാൽ മുംബൈക്ക് കാര്യങ്ങൾ എളുപ്പമാകും. പിന്നെ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മുംബൈ ഈ ഒരു ഫേസിൽ നിന്ന് തിരിച്ചു വരുമോ, അതോ ടേബിളിൽ അവസാനം അടിവാരത്ത് തന്നെ ബാക്കി ടീമിൻ്റെ കൂടെ കിടക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.